തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തീപിടുത്തമുണ്ടായി. കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ പരിസരത്ത് പിടിച്ചിട്ടുന്ന വാഹനങ്ങളാണ് കത്തിയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വാഹനങ്ങളൊക്കെ എങ്ങനെ കത്തിയെന്നറിയില്ല. അതിൻ്റെ തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതാണ് തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷബീദ് റാവുത്തർ ചേരുന്നു. ഷബീദ്, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞോ? ഷബീദ് റാവുത്തർ തത്സമയം ചെയ്യുന്നു. ഷബീദ്, തീ അണയ്ക്കാൻ കഴിഞ്ഞോ? അല്പസമയം മുൻപ് തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:15 പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കസ്റ്റഡിയിലെടുത്ത് പിടിച്ചിട്ടിരുന്ന വണ്ടികൾ കത്തിയത്. ബൈക്കുകളും ഓട്ടോറിക്ഷകളുമാണ് കത്തിയത്. ഏതാണ്ട് 15ഓളം ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരും അതേപോലെ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ കൂടുതലും ഈ മോഷണത്തിനായി ഉപയോഗിച്ച വാഹനങ്ങളാണ്. മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഈ പോലീസ് സ്റ്റേഷനിലെ ക്ലീനിംഗ് സ്റ്റാഫുകൾ ചപ്പുചവറുകൾ അവിടെ കൂട്ടിയിട്ടിരുന്നു. അത് തീപിടിച്ചതാണോ, ഇതിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ, പ്രത്യേകിച്ച് മോഷണത്തിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മോഷണത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ കസ്റ്റഡിയെടുത്താണ് ഇപ്പോൾ കത്തി നശിച്ചത്. അങ്ങനെ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കും. ഓക്കെ, താങ്ക് യു ഷബീദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.